ഭീഷ്മര് ധർമ്മിഷ്ഠനായിരുന്നു, പക്ഷെ കൗരവപക്ഷത്ത് ചേർന്നു എന്നുള്ളതാണ് പലപ്പോഴും ഭീഷ്മരുടെ ഒരു അധർമ്മത്തിൻ്റെതായിട്ട് പറയുന്നത്. അതത്രയുമല്ല. അത് ഈ ഭീഷ്മര് രണ്ട് വലിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ആളുകൾക്ക് തോന്നുന്നതാണ്. ഭീഷ്മരുടെ പക്ഷത്ത് നിൽക്കുന്ന ആളല്ല വ്യാസൻ. ഭീഷ്മരുടെ പരോക്ഷമായ അനേകം അധർമ്മങ്ങളുണ്ട്. അത് നമ്മൾ പിന്നീട് അങ്ങോട്ട് വരും. പ്രത്യേകിച്ചും അത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിൻ്റെ സമയം മുതലാണ് ഭീഷ്മരുടെ, നമ്മൾ സാധാരണ പറയും ഭീഷ്മരുടെ ഇമേജ് തകരാൻ പോകുന്നത് അവിടെ മുതലാണ്. അപ്പോൾ നമുക്ക് ഭീഷ്മരെ തകർത്ത് താഴെ ഇടാം, തകർന്ന് വീഴട്ടെ അദ്ദേഹം, നിലനിൽക്കാൻ സാധിക്കാത്തതൊക്കെ കാലാൽ തട്ടി നിരത്തട്ടെ, കാലം ജീർണിച്ചതൊക്കെയും ശങ്കരക്കുറുപ്പ്. അപ്പോൾ അതുപോലെ കാലം ഒറ്റ തട്ടിന് തെറിപ്പിച്ച് കളയാനുള്ള കഴിവ് ഭീഷ്മർക്കുണ്ടെങ്കിൽ തട്ടി തെറിപ്പിച്ച് കളയട്ടെ, നാം എന്തിന് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ. അപ്പോൾ അത് വരും. പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് അവരെ ഹസ്തിനപുരിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഭീഷ്മരുണ്ടാക്കിയ ഒരു നിബന്ധനയാണ്, പകുതി രാജ്യം പാണ്ഡവന്മാർക്ക് നിങ്ങൾ കൊടുക്കണം എന്ന്. മുഴുവൻ രാജ്യത്തിൻ്റെ ഉടമസ്ഥന്മാർക്ക് പകുതി രാജ്യം കൊടുക്കാൻ ഒരു തീർപ്പ് കൽപ്പിക്കുകയായിരുന്നു ആര്? ഭീഷ്മർ. ഇതാണ് ഭീഷ്മരുടെ ഭാഗത്തുള്ള അധർമ്മം. പരോക്ഷമായ അധർമ്മത്തിൻ്റെ ഒരു നിധി നിക്ഷേപമാണ് ഭീഷ്മർ. പിന്നെ മറ്റൊന്നുണ്ട്, ഇവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകളഞ്ഞതാണ്. ആരെ? പാണ്ഡവന്മാരെയും കുന്തിയെയും. അങ്ങനെ ചുടാമോ? അങ്ങനെ ചുട്ടാൽ രാജ്യത്തിൻ്റെ അപ്പോഴത്തെ ദണ്ഡനാധികാരമുള്ള രാജാവ്, അല്ലെങ്കിൽ ആ രാജാവിൻ്റെ ഉപദേഷ്ടാവ്, അല്ലെങ്കിൽ മന്ത്രി, അല്ലെങ്കിൽ അവർ എല്ലാവരെയും നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഭീഷ്മർ എന്ത് ചെയ്യണം? അവർക്ക് ശിക്ഷ വിധിക്കണം. ആർക്കാണ് ശിക്ഷ കൊടുക്കേണ്ടത്? ധൃതരാഷ്ട്രർക്ക് ശിക്ഷ വേണം, ധാർത്തരാഷ്ട്രന്മാർക്ക് മുഴുവൻ ശിക്ഷ വേണം, അതായത് 100 വരെ. ശകുനിക്ക് ശിക്ഷ വേണം, കർണന് ശിക്ഷ വേണം. ദുശാസന ഇതിനകത്ത് പെട്ടു. ഇവർക്കെല്ലാവർക്കും ശിക്ഷ കൊടുക്കണം. ഇങ്ങനെ ശിക്ഷ കൊടുക്കാൻ പ്രേരിപ്പിക്കേണ്ടുന്ന, അനുശാസിക്കേണ്ടുന്ന ഭീഷ്മർ എന്താണ് ആ സമയത്ത് ചെയ്തത്? അദ്ദേഹം ചെയ്യുന്നത് ഇവർക്ക് പകുതി രാജ്യം കൊടുത്ത് അവരെ രക്ഷിക്കുകയാണ്. ഇത് ശിക്ഷിക്കപ്പെടാതെ പോകാമോ? ഒരു തമാശ കാണിച്ചതാണോ അത്? അരക്കില്ലത്തിട്ട് നുണ പറഞ്ഞ് വാരണാവതത്തിൽ കൊണ്ടുപോയി അരക്കില്ലം പണിത് മെഴുകും കോലരക്കും കൊണ്ട് അതിനോടുകൂടി ഈ ചണവും ചേർത്ത് കുഴച്ച്, വലിയ ദൂരം നിന്ന് നോക്കിയാൽ വലിയൊരു കൊട്ടാരമാണ്, മഹാസൗധമാണ് തോന്നത്തക്ക വിധത്തിൽ ഒരു കെട്ടിടം പണിതിട്ട് നിരാധാരയായ ഒരു സ്ത്രീയെയും, അതും എങ്ങനത്തെ സ്ത്രീയെ? ഹസ്തിനപുരിയിൽ മഹാരാജാവിൻ്റെ, പാണ്ഡു മഹാരാജാവിന് ഒപ്പമിരുന്നു കൊണ്ട് ധർമ്മകാര്യങ്ങൾ നടത്തിയിരുന്ന ഒരു സ്ത്രീയെയും അവരുടെ പുത്രന്മാരെയും കൂടി അരക്കില്ലത്തിലിട്ട് ചുട്ടുകളയാം എന്ന് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. സംഗതിവശാൽ അത് നടന്നില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറ്റം കുറ്റമല്ലാതെ ആകുന്നില്ലല്ലോ. അപ്പോൾ ശിക്ഷിച്ച് കാരാഗൃഹത്തിൽ വസിപ്പിക്കുകയോ അല്ലെങ്കിൽ ശിരച്ഛേദം ചെയ്ത് കളയുകയോ ചെയ്യേണ്ടുന്ന കൗരവാദികളെ, ധൃതരാഷ്ട്രർ ഉൾപ്പെടെയുള്ള കൗരവാദികളെ സംരക്ഷിക്കാനുള്ള ഒരു കൗശലമാണ് ഭീഷ്മർ ആ സമയത്ത് കാണിച്ചത്. അല്ലെങ്കിൽ ഈ പ്രശ്നം ഉന്നയിക്കപ്പെടും. ഏത് പ്രശ്നം? ഞങ്ങളെ അരക്കില്ലത്തിലിട്ട് ചുടാൻ എന്തായിരുന്നു കാരണം എന്ന് ചോദ്യം വരും. എന്തിനു ചുട്ടു? ആ ചുടലിൽ പെടാതെ ഞങ്ങൾ രക്ഷപ്പെട്ട് തിരിച്ചു വന്നിരിക്കുന്നു, അപ്പോൾ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നൊരാവശ്യം ഉന്നയിക്കപ്പെടും. പാണ്ഡവർ അത് ഉന്നയിച്ചില്ലെങ്കിൽ തന്നെ അത് ഉന്നയിക്കാൻ ആളുകളുണ്ടാകും, ജ്ഞാനികളുണ്ടാകും, മഹർഷിമാർ സഭയിൽ ഉന്നയിക്കും, ദുര്യോധനോട് വിരോധമുള്ള മറ്റ് രാജാക്കന്മാർ ഉന്നയിക്കും. ചില പെൺകിടാങ്ങളെയൊക്കെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ദുര്യോധനൻ. അവർ വന്ന് ഉന്നയിക്കുന്നത് കാരണം ശക്തന്മാരായ പാണ്ഡവർ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ബലാത്കാരമായി രാജകുമാരിമാരെ പിടിച്ചു കൊണ്ടുപോകുന്നിട്ടുണ്ട് അദ്ദേഹം. അവരുടെ പിതാക്കന്മാർ രാജ്യസദസ്സിൽ വന്നിട്ട് ഇയാൾ ഇങ്ങനത്തെ തെറ്റ് ചെയ്തവനാണ്, പാണ്ഡവന്മാരെ ചുട്ടു കൊന്നവനാണ്,
അവർ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ശിക്ഷയാണ് അല്ലയോ ഭീഷ്മരെ അങ്ങ് വിധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ധൃതരാഷ്ട്ര വിധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സഭ തീരുമാനിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കാൻ ആളുണ്ടാകും. ചോദിക്കും. ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ പെട്ടെന്ന് കയറി അദ്ദേഹം പകുതി രാജ്യം കൊടുത്തേക്ക്. മുഴുവൻ രാജ്യത്തിൻ്റെ ഉടമസ്ഥന്മാരോട് അദ്ദേഹം കാണിച്ച ഒരു ഔദാര്യം, പകുതി രാജ്യം അവർക്ക് കൊടുക്കുന്ന. അതിനകത്ത് എന്ത് ഔദാര്യമാണുള്ളത്? എന്ത് ധർമ്മമാണുള്ളത്? എന്ത് ന്യായമാണുള്ളത്? എന്ത് നീതിയാണുള്ളത്?